നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര അല്ലെങ്കിൽ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരം കഴിഞ്ഞ് പള്ളിപ്പുറം എത്തുന്നതിന് മുന്നേ വലത്തോട്ട് തിരിഞ്ഞ് അണ്ടൂർക്കണം വഴി പോത്തൻകോടേക്ക് പോകുന്ന വഴിയിൽ പറമ്പിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സന്തോഷം. നല്ല മണം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചാണകം മെഴുകിയ തറയിലൊക്കെ കിടന്ന് വളർന്നു. അപ്പോൾ ആ ചാണകത്തിൻ്റെ മണം, പശു ഇപ്പോഴും വീട്ടിലുണ്ട്. അപ്പോൾ ആ ചാണകത്തിൻ്റെയും പശുവിൻ്റെ ആ കോമൂത്രത്തിൻ്റെയൊക്കെ സ്മെല്ല് വരുമ്പോൾ ഒരു അനുഭൂതിയാണെന്നറിയാം. ഒരു സ്പ്രേ അടിക്കുന്നതിനേക്കാൾ നല്ല ഗന്ധം. ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഒരു വീടാണ്. അപ്പോൾ നമുക്കാണ് ഇവിടെ പശു ഉള്ളതുകൊണ്ട് ഇവിടെ കച്ചി അഥവാ വൈക്കോല് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് കച്ചി വന്ന് എടുക്കാണ്ട് അകത്തോട്ട് പോയപ്പോൾ ഒരാളിങ്ങനെ ഇഴഞ്ഞ് ഒരു റൂമിനകത്തേക്ക് കയറി. ഉടനെ തന്നെ റൂമും അടച്ച് പുറത്ത് ജനൽ തുറന്നു. ജനലെല്ലാം അടച്ചിട്ട് ആ സമയം തൊട്ട് കാത്തു നിൽക്കണേ. നമസ്കാരം ചേട്ടാ, സുഖമായിരിക്കുന്നല്ലോ? എന്താ പേര്? എന്റെ പേര് നൗഷാദ്. മോൻ്റെ പേരെന്താ? ഹാഫീസ്. എത്രയില്ല? 9. എവിടെയാ സ്കൂള്? നമസ്കാരം. എന്താ പേര്? എന്ത് ചെയ്യുന്നു എനർജി? ഇപ്പൊ ഇതെവിടെ ചേട്ടാണ്ടെന്ന് പറഞ്ഞേ? അതിനകത്ത്. ഓ, അടച്ചിട്ടേക്കാണോ? പോയിട്ടില്ല. ആ സമയം തൊട്ട് നിങ്ങളുടെ ഉണ്ട്. ഇവിടെ ഇതിന് വേണ്ടി നമ്മൾ പ്രവർത്തി പുണ്ണാക്കെടുക്കാൻ വന്നതാണ്. ആ സമയം തൊട്ട് ഉണ്ട്. ഉണ്ട്. ഇതിനകത്ത് വേറെന്താ സാധനം ഉള്ളത്? പിണ്ണാക്കും ചാക്കേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? പോയിട്ടില്ല അല്ലേ? പോയിട്ടില്ല. അപ്പോഴേ കഥ അടച്ചു. ഈ പിണ്ണാക്കുള്ള നമുക്ക് എലിമാളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ? ഒന്നുമില്ല. ചാക്കിന്റെ ഇടയിലൊക്കെ ഇവിടെ വേറെ പോകാനുള്ള റൂമാണ്. ഓ, ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അധികം സമയം കളയുന്നില്ല. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കിപ്പോകാം. കാരണം പുള്ളി പിന്നെ കണ്ടിട്ടില്ല എങ്ങോട്ടാണ് കയറി പോയെന്നുള്ളത്. പൊടി, നല്ല പൊടി. ചാക്ക് ഇഷ്ടം പോലെ. ചാക്കിന് ഒരു പഞ്ഞുമില്ല. ഇവിടെ നിന്ന് എടുത്ത് വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മൾ ഇപ്പുറന്ന് പോയാൽ നമ്മൾക്ക് അറിയില്ല. കാല് എൻ്റെ അടുത്തൂടെ വന്നാൽ നമുക്കിത് ഒരുപാട് ചാക്കുണ്ട്. 1-2 ചാക്കൊന്നുമല്ല, 10-100 ചാക്കുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഇങ്ങോട്ട് തുറന്ന് വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം മാറി വെളിയിൽ വെക്കാം. എന്തോ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ പുള്ളിക്കാരൻ ഇവിടുന്ന് കണ്ടതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ഒതുക്കി വയ്ക്കണം, നമുക്ക് എഴഞ്ഞ് വന്നാൽ പെട്ടെന്ന് കാണാമല്ലോ. ഒരുപാട് ചാക്കുകൾ കൊണ്ട് നമുക്ക് നമുക്കിത് ചാക്ക് ഇഷ്ടം പോലെ ഉണ്ട്. 1-2 10 100 ചാക്കല്ല, ഒരുപാട് ചാക്കുണ്ട്. അപ്പം നമ്മൾ വാരി ഇങ്ങനെ വിതറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ പോയി കയറും. പാറ്റ ഇഷ്ടം പോലെ. പല സ്ഥലത്തും വളർത്തുന്നത് വീഡിയോയിൽ കാണാൻ പറ്റും. പല സ്ഥലത്തും കഴിഞ്ഞ പാടുതാ ഉണ്ടോ? ഇതെൻ്റെ ഷൂവിൻ്റെ പാട്. കഴിഞ്ഞ പാട് താടങ്ങനെ
പുള്ളി കയറിപ്പോണത് കണ്ടു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പിന്നെ ഇതിനകത്ത് പുറത്ത് പോകാനായിട്ട് ഒരു വഴിയില്ല, എല്ലാം ക്ലോസ് ആണ്. അടിപൊളി അടിപൊളി. അപ്പോൾ ഇതിനകത്ത് അവർ തുറന്നിടുമ്പം കോഴിയേറി മുട്ടയിട്ടു. കോഴിമുട്ട തന്നെയാണ് കണ്ട, ചെറിയ നാടൻ കോഴി ഇട്ടതാ, നാടൻ കോഴി മുട്ട. പാമ്പിൻ്റെ മുട്ടയല്ല, കോഴിമുട്ട തന്നെ പറയും കേട്ടോ. ഇതിൽ വേറെ ഉണ്ടോയെന്നറിയില്ല, കാരണം അത്രയ്ക്ക് ചാക്ക് നന്നായിട്ട് കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കണത് ഞാൻ വിചാരിച്ച് പാമ്പല്ല, ചെതലി അല്ല, ഈ പാറ്റ കിടന്ന് ഓടുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. പാറ്റ കിടന്ന് ഈ പ്ലാസ്റ്റിക് കിടന്ന് തമുക്കുന്ന സൗണ്ടാണെന്ന് തോന്നുന്നു. പണ്ടത്തെ നമ്മുടെ സൈക്കിളിൽ പാല് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇതുണ്ട്. പതുക്കെ എടുക്കുന്ന വല്ല പൊടി, നല്ല അടഞ്ഞു കിടക്കുന്ന പൊടി, നല്ല പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നത് പണ്ടത്തെ പോലെ ഇപ്പം പൊടി ശകലം അടിച്ച് അപ്പം തന്നെ തുമ്മലും ചീറ്റിലും ജലദോഷവും പനിയൊക്കെയാണ്. അതേപോലെ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചാക്കിൽ നമ്മൾ ഓടിയിട്ടുണ്ട്. ഇവിടെ ചാക്ക് ഒരുപാട്. അടിപൊളി. ഇതാ ചാപ്പാളത്തിൻ്റെ ഇതാ പോണു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇവർ വാതിലൊക്കെ അടച്ചിട്ട സമയത്ത് ഈ വാതിലൊക്കെ വന്ന് തള്ളിയെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. പുള്ളി കണ്ടത് അടിപൊളി, ഒരു അധമ സാധനം. നോക്കി അധമസാനം നമ്മൾ നാടൻ ഭാഷയിലാണ് അധമ. നോക്കി സൈസോ. എനിക്ക് തോന്നുന്നു പുള്ളി ഇത് അടച്ചിട്ടതിന് ശേഷം ഇവിടെയൊക്കെ വേണ്ട, ഇവിടെയൊക്കെ ഇട്ട് ഉരച്ചിരിക്കുന്നുണ്ട്. വേണ്ട പോകാൻ വേണ്ടി ഉരച്ചൊരച്ച് ചുണ്ടിന് ചെറിയ കണ്ട, ചുണ്ടിന് ചെറിയ ഇതുണ്ട, ഇതൊക്കെ അടുത്ത് ഇവിടെ ഉരച്ചിട്ടുണ്ട്. നനവുണ്ട, ഒരു രക്ഷയില്ല. സൂപ്പർ. ഇവിടെ നിന്ന് കിട്ടിയ പാമ്പൊക്കെ അന്ന് ചെറുതായിരുന്നു. 18 കുഞ്ഞുങ്ങൾ. ഇത് 18 മുട്ടയുണ്ട്. അതിൽ 15 വരിച്ച് 3 കേടായിപ്പോയി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ. ഇരിയാറായ സമയത്ത് തന്നെ കിട്ടും. പക്ഷേ ഇത് എന്തായാലും പുള്ളിക്കാരൻ ബുദ്ധിപൂർവ്വം കാര്യം ചെയ്തു. കണ്ട ഉടനെ അതങ്ങ് അടച്ച് ഈ ജനൽ തുറന്നിടുന്ന ജനൽ പുറത്തുനിന്ന് കുറ്റി കല്ലൊക്കെ വെച്ച് ടൈറ്റാക്കി വെച്ച് എന്തൊക്കെ വെച്ച് അടച്ചു വെച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പോയില്ല. നോക്കുതാ ഒരു അമ്മ സാധനം നോക്കി. കണ്ടാൽ ഒരു മെയിൽ അതിഥി, ആണതിഥിയെ പോലെ, നല്ല ഒന്നാമതൊരു ഫീമെയിൽ പെണ്ണതിഥി. നോക്കിയേ, എൻ്റെ അമ്മ ഇതൊക്കെ വല്ല തൊട്ട് കഴിഞ്ഞാൽ തന്നെ, തൊട്ടുകാരൊന്നും വേണ്ട, ഇത് അടുത്തൂടെ പോയാൽ മതി. നമുക്ക് സത്യം പറഞ്ഞാൽ അടുത്തൂടെ പോയാൽ അറ്റാക്ക് ഒന്ന് മരിച്ചു പോകും സാധാരണക്കാരാണെങ്കിൽ. നോക്കിയോ, ഇതാ നല്ല ഒത്ത ഒരു ഫീമെയിൽ, മെയിലും അല്ല ഫീമെയിൽ, പെണ്ണത്. നോക്കിയേ, വാലിൻ്റെ നീളം നോക്കൂ, ചുണ്ടിൻ്റെ കൂർപ്പ് നോക്കൂ. പക്ഷെ തലയുടെ വലുപ്പം കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കും അതൊരു മെയിലാണ്, ആണാണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, പെണ്ണാണ്.
കണ്ടോ ഉരയ്ക്കുന്നുണ്ട്, മൂക്കിട്ട് ഉരച്ചാണ് ആ മൂക്കിൻ്റെ അവിടെ തൊലി പോയി എനിക്കുള്ളൂ നോക്കിയാൽ. പക്ഷേ എനിക്കൊന്ന് കടിക്കണോ ചിന്തകളാണ് എനിക്ക് തോന്നുന്നത്. അതെ നമ്മൾ മിക്കവാറും ഇവിടെ നിന്നൊക്കെ ഈസി ആയിട്ട് അവൻ്റെ ജനലിലേക്ക് കയറാൻ പറ്റും. ഇത് ഹൈറ്റ് കുറവാണ്. എന്തെങ്കിലും ഒരു പിടിവള്ളി ഉണ്ടായിരുന്നെങ്കിൽ അവന് കൃത്യമായിട്ട് ഇതിൽ കയറി ഇത് തുറന്നു കിടക്കിയിരുന്നു. ഇതൊരു ഈസി ആയിട്ട് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. അത് മാത്രമല്ല ഇത്രയും ഇത്രയും പിണ്ണാക്ക് ഇരുന്നിട്ട് എലി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്തൊരു മാള ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടത് ഇറങ്ങിപ്പോയാൽ രക്ഷ. എന്തായാലും സന്തോഷം. നല്ല സൈസ് നോക്കിയാൽ നല്ല ആരോഗ്യമുള്ളൊരു പെൺമൂർഖനതിഥി. ഏകദേശം 5 അടിയോളം നീളം വരുന്ന ഒരതിഥി, നല്ല സൈസുള്ള. ഇതൊക്കെ തൊട്ടേ നമുക്കിൻ്റെ ബാക്കിയൊന്നും പറയാനില്ല. നല്ല ആരോഗ്യമുള്ള നോക്കില്ല, ഫീമെയിലാണെന്നുള്ളൊരു തെളിവല്ലേ. അവിടെ വയറ് പതിഞ്ഞിരിക്കുന്നു, ഉണ്ടോ, വയറ് പതിഞ്ഞിരിക്കുന്നു. ഈ വർഷം 2-3 വർഷം മുന്നേ ഒന്നും മുട്ടയിട്ട അതിഥിയല്ല. എന്തായാലും ഇത് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ കിടുക്കാച്ചി. കിടുക്കാച്ചിന്ന് ചുമ്മാ പതുക്കെ പറഞ്ഞാൽ പോരാ, സാധനം ഒരു രക്ഷയില്ല. ഈ ജനൽ തുറന്നിരുന്ന് കൃത്യമായിട്ടത് ഇറങ്ങിപ്പോയനെ ഉണ്ടോ. ജനൽ തുറന്നതിന് കൃത്യമായിട്ടത് ആ ജനലിലൂടെയൊക്കെ ഇത് തട്ടി ചാക്ക് മട്ടം കിടക്കുകയായിരുന്നു ആ പൊക്കത്തിന്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത് നന്നായിട്ട് ടൈറ്റാക്കി അടച്ചത്. ഒരു പ്രത്യേക കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ കാണുന്നവരായിരിക്കും കാലിത്തീറ്റയൊക്കെ അവൻ കഴിക്കുന്നില്ല. എനിക്ക് തോന്നുന്നൊരു 12 വയസ്സോടെങ്കിലും പ്രായം വരുന്ന നല്ലൊരു ഫീമെയിൽ, നല്ലൊരു പെണ്ണായി. അതിലുപരി ഈ പത്തിയുടെ ഇവിടെ കണ്ടോ, ഇവിടെ എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടാവും. അത് മുറിഞ്ഞു പോയിരിക്കുന്നു. അത് ചിലപ്പോൾ നേരത്തെ കീരിയുടെ അറ്റാക്കോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഈ കുഞ്ഞു വിരിയുന്ന സമയത്ത് ഇവർക്ക് തമ്മിൽ കടി കൂടുന്ന വിഷയം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ചെറുത് പോകുന്നു. പക്ഷേ ഇതിപ്പം സത്യം പറഞ്ഞൊരു ചെറിയ ഒരു ബൈറ്റ് കിട്ടിയാൽ പോലും നല്ല എഫക്റ്റ്. അവിടുത്തെ പിടിയുടെ മുറുക്ക് ചെറുതായിരുന്നു, അതാണ് 18 മുട്ടയുണ്ട്. പക്ഷേ ഇതൊക്കെ മുട്ടയിടുന്ന ഒരു 30-ന് മേളിൽ 38ഓളം മുട്ടയിടാനുള്ള കപ്പാസിറ്റി അറിയാലോ. നല്ല സൈസ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് പുള്ളിക്കാരൻ ഇവിടെ സ്ഥിരം വരുന്നുണ്ടോ ചേട്ടാ? ഇതിന് മുന്നേ അടുത്ത പറമ്പിൽ ഇവിടെയൊക്കെ വേറെ കണ്ടിട്ടുണ്ടോ? അടുത്ത പറമ്പിൽ ഈ അപ്പുറത്ത് പന്നിയുണ്ടോ? പക്ഷെ പന്നി കൂടുതലുണ്ടെങ്കിൽ പാമ്പിൻ്റെ സാന്നിധ്യം കുറയും. കാരണം ഈ പന്നി കൂടുതൽ സഞ്ചരിക്കുന്ന സ്ഥലം പറമ്പുകളിൽ സാധാരണ പാമ്പ് കാണാറില്ല. ഈ കാട്ടുപോത്തിനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് എത്ര അകലം വരും? ഉണ്ടായിരുന്നു അന്ന് പിടിച്ചത്. ഇപ്പോൾ ഈ കാട്ടുപോത്തിനെ പിടിച്ചിട്ട് 6 മാസം പോലും ആയില്ല. കാട്ടുപോത്തിനെ ഇവിടുന്ന് പിടിച്ചിട്ട് പോയിട്ട് ഇവിടുന്ന് വരട്ടിപ്പോയി പിന്നെ അതിന് പെരപ്പം കൊണ്ടാണ് പിടി കൂടുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അതിനെ പൊന്മുടി കൊണ്ട് വിടുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഏതോ കിണറ്റിൽ വീണ് മരണപ്പെട്ടാൽ പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് എല്ലാം അണലിയും മൂർഖനും ശങ്കൂരനും പിന്നെ എല്ലാം പന്നിയും കാട്ടുപൂച്ചയും കുറുക്കനും ഒക്കെ ഉള്ള സ്ഥലമാണ്. തൊട്ടുപുറകിൽ ഒരു പുൽഫാമുണ്ട്, പുല്ലുഫാമുണ്ട്. അപ്പോൾ പുള്ളിയുടെ തന്നെ പുൽഫാം. പുള്ളി വന്നപ്പോൾ പറയുന്നുണ്ട് ആ പുല്ല് അത്രയും പന്നി കുത്തി കളയ്ക്കുന്നുണ്ട്. അപ്പോൾ പന്നി കുത്തി കളയ്ക്കുമ്പോൾ പാമ്പുകൾ പോലുള്ള അതിഥികൾ അവിടെ കിടക്കില്ല, അവിടെ നിൽക്കില്ല. അപ്പോൾ അതിങ്ങനെ വീടുകളിലോ അല്ല ഇവിടെ പേടിക്കണ്ടല്ലോ. ഇവരിത് പെരുമാറാറില്ല. ഇത് വല്ലപ്പോഴും പുല്ലെടുക്കാൻ വേണ്ടി മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ ഇവർക്ക് ധാരാളം വന്നിരിക്കാനും പോകാനും ഇലയെ പിടിക്കാനും ഫുഡ് എടുക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇവർക്ക് വസിക്കാം, നല്ല സൗകര്യം. പക്ഷേ ഇതെന്തായാലും അപാരം, ഒരു രക്ഷയില്ലാത്തൊരു പെണ്ണ് ഫീമെയിൽ. അറിയാമല്ലോ, നമ്മൾ കവിള് വീർത്തിരിക്കുന്നുണ്ട്, നമ്മൾ ഫീമെയിൽ കണ്ണിൻ്റെ ഈ കവിള് വീർത്തിരിക്കുന്നുണ്ടല്ലോ നമ്മൾ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ പ്രത്യേകത കൂടി ഉള്ളത്, ഇദ്ദേഹത്തിൻ്റെ മൂക്കിൽ കൂടി എന്തോ ഒരു പഴുപ്പ് പോലെ എന്തോ ഒരു സാധനം വരുന്നുണ്ടോ, എന്തോ ഒരു കഫം പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ മൂക്കിലൂടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇത് സൂപ്പർ. നല്ല പടമൊക്കെ പൊഴിച്ച് ചട്ടയൊക്കെ പൊഴിച്ച് നല്ല ഫുഡ് എടുക്കാൻ വേണ്ടി വന്നതായിരിക്കും. പക്ഷേ എന്തായാലും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ മോഷൻ ഇവിടെ ഇപ്പോൾ പാസ് ചെയ്തു, നല്ല കട്ടി മോഷൻ. അപ്പോൾ നല്ല ഫുഡ് എനിക്കിങ്ങനെ 3-4 ദിവസം മുന്നേ ഫുഡൊക്കെ എടുത്ത് അതിനകത്തിരുന്ന് ചാക്കിനകത്ത് നല്ല സൗകര്യപ്പെടെ ഇരിക്കാം. പുള്ളിക്കാരത് അടയ്ക്കാറില്ല. അപ്പോൾ നമ്മൾ മാറ്റി പോയപ്പോൾ ഒരു കൊച്ചു കോഴിയുടെ മുട്ട നമുക്ക് കാണാൻ പറ്റി. കണ്ണിൻ്റെ പുറകിൽ കവിള് വീർത്തിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നല്ല എഫക്റ്റിൽ വെനമുണ്ട്. ഈ സമയത്തൊക്കെ കടി കിട്ടുമ്പോഴാണ് പെട്ടെന്ന് മരണത്തിലേക്ക്. എന്നെ കടിച്ചത് എനിക്ക് തന്നെ കോട്ടയത്ത് വെച്ച് അന്ന് കടിച്ചത് ഇത്രയില്ല, സൈസില്ല, പക്ഷെ നീളമുണ്ട്, പ്രായത്തിൽ കൂടുതലാണ്. പിന്നെ മുട്ടയിടാൻ നല്ല ടയർഡുമായിരുന്നു. ആണ് ഞാൻ ആ മരണാവസ്ഥയിലേക്ക് പോകാൻ കാരണം. ഇവിടെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് എപ്പോഴും വെള്ളത്തിൻ്റെ സംശയമുണ്ട്. പിന്നെ പുറകിൽ തോടാണ്, അപ്പോൾ ഇതിന് വെള്ളം ധാരാളമുണ്ട്. ഫുഡ് അകത്തുനിന്ന് കിട്ടിയാലും പുറത്ത് വെള്ളം കുടിക്കാം. അവന് ഇവിടെ വന്ന് ഈ കച്ചിക്കടയിലൊക്കെ തണുപ്പാണെങ്കിൽ കച്ചിക്കടയിൽ വന്നിരിക്കും. കച്ചി ഇങ്ങനെ അവർ അടിക്കി ഒരുപാട് കൊണ്ട് വെക്കും. അത് ഒത്തിരി എനിക്ക് 8-10 പശു. എത്ര പശു ഉണ്ട് ചേട്ടാ? 10 പശുണ്ട്. അപ്പോൾ കറവ പശുവാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇവർക്ക് ഫുഡ് വേണ്ടേ, അപ്പോൾ ഈ ഇത് വേണമല്ലോ, കച്ചി വേണമല്ലോ. പിന്നെ പുല്ല് അവർ പുറത്തോട്ടൊന്ന് കൊണ്ടുപോയി കെട്ടുന്ന പശുക്കളാണ്, കറക്കുന്ന പശുണ്ടെല്ലാം തൊഴുത്തിൽ തന്നെ നിൽക്കുന്നതാണ്, ഫാമാണ്. അപ്പോൾ
അപ്പോൾ പിന്നെ ഇവർക്ക് ആശ്രയിക്കുക കച്ചിയാണ്, വൈക്കോലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കാൻ ഇറങ്ങിപ്പോവാം. അറിയാതെ നമ്മൾ ചവിട്ടിയാൽ മാത്രമേ അപകടങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല എന്ന് പറയും. ഇതിപ്പോൾ കടിക്കാൻ സാധ്യത, കാരണം ചവിട്ടാൻ സാധ്യത. ഇത്രയും പറമ്പുള്ളതുകൊണ്ട് ഇവർ എങ്ങോട്ടുള്ള സഞ്ചരിച്ച് മാറിപ്പോവാം. പക്ഷെ നമ്മളൊക്കെ സിറ്റിക്കകത്തൊക്കെ ജീവിക്കുന്ന 2-3 സെൻറ്റ് സ്ഥലങ്ങളാകുമ്പോൾ മാറാൻ കഴിയില്ല. അങ്ങോട്ട് മാറിയാൽ അടുത്ത വീട്, ഇങ്ങോട്ട് മാറിയാൽ അടുത്ത വീട്. അപ്പോൾ ഇവന് എല്ലായിടത്തും പോകാൻ പറ്റും. അവന് വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന് കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കടിക്കണമെന്നുള്ള ചിന്ത. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ യാത്ര, വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള യാത്രയിൽ നല്ല വ്യത്യസ്തമാണ്. നല്ല ഒത്ത, നല്ല സൈസുള്ള, നല്ല ചിക്കനും മട്ടനും ഒക്കെ അടിച്ച് നല്ല വണ്ണം വെച്ച ഒത്ത ഒരു പെൺമൂർഖനതിഥി. നല്ല ഒത്ത പെൺമൂർഖനതിഥി. ചേട്ടാ ചാക്കി ചേട്ടാ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ഏട്ടൻ നമുക്ക് സമ്മാനിച്ച നല്ല ഒത്ത സൈസുള്ള, നല്ല 10 വയസ്സിലേറെ പ്രായമുള്ള, നല്ല ആരോഗ്യമുള്ള പെൺമൂർഖൻ അതിഥിയുടെ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ അദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ്. നമ്മളെന്തായാലും നല്ല ആരോഗ്യമുള്ള അതിഥിയായിരുന്നു. നമ്മുടെ എന്തായാലും നമ്മൾ ചാക്കിലാക്കി. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ പെൺമൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.